Union Power Tools, Union Complex, South Bazaar, near Makkani, Kannur. ഇന്ത്യ പുതുചരിത്രം എഴുതിയിരിക്കുകയാണ്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ ഒരാൾ എത്തിയിരിക്കുകയാണ്. അതും ഒരു വനിത. ഇന്ത്യയുടെ രാഷ്ട്രപതിയാവുന്ന രണ്ടാമത്തെ വനിത. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് വിശേഷണങ്ങൾ അനവധിയാണ്. ഒഡീഷയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു മുനിസിപ്പൽ കൗൺസിലറായി തൻ്റെ പൊതുജീവിതം ആരംഭിച്ച ദ്രൗപദി മുർമു 63-ാം വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്ന ബഹുമതിയുമായാണ് റെയ്സിനാക്കുന്നിലെ രാഷ്ട്രപതി ഭവനിലെത്തുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ അതിദാരിദ്ര്യത്തിൽ ജനിച്ച് കഠിന പ്രയത്നത്തിലൂടെ വളർന്ന് ഇന്ത്യയുടെ പരമോന്നത പദവിയായ രാഷ്ട്രപതി പദത്തിലെത്തിയ ദ്രൗപദി മുർമുവിൻ്റെ സ്ഥാനലബ്ധി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മഹത്വമാണ് വിളിച്ചറിയിക്കുന്നത്. പുതിയ രാഷ്ട്രപതിയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ആഘോഷങ്ങൾ തുടരുകയാണ്. രാവിലെ 10:14 ചീഫ് ജസ്റ്റിസ് NV രമണ പുതിയ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं द्रौपदी मुर्मू ईश्वर की शपथ लेती हूँ कि मैं श्रद्धापूर्वक भारत के राष्ट्रपति के पद का कार्यपालन करूंगी तथा अपनी पूरी योग्यता से संविधान और विधि का परिरक्षण, संरक्षण और प्रतिरक्षण करूंगी और मैं भारत की जनता की सेवा और कल्याण में निरत रहूंगी പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിലേക്ക് പുതിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു, സ്ഥാനമൊഴിയുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി M വെങ്കയ്യ നായിഡു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ചീഫ് ജസ്റ്റിസ് NV രമണ എന്നിവർക്കൊപ്പമാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്ത ശേഷം പുതിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. आज़ादी के 75वें वर्ष में मुझे ये नया दायित्व मिला है. इस ऐतिहासिक समय में जो भारत अगले 25 वर्षों के विजन को हासिल करने के लिए पूरी ऊर्जा से जुटा हुआ है, मुझे ये जिम्मेदारी मिलना मेरा बहुत बड़ा सौभाग्य है. मैं देश की ऐसी पहली राष्ट्रपति भी हूँ जिसका जन्म आज़ाद भारत में हुआ है. हमारे स्वाधीनता सेनानियों ने आज़ाद हिंदुस्तान के हम नागरिकों से जो अपेक्षाएं की थी, उनकी पूर्ति के लिए इस अमृतकाल में हमें तेज गति से काम करना होगा. ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും കഴിയുമെന്നതിൻ്റെ തെളിവാണ് തൻ്റെ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. എനിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഒരു സ്വപ്നമായിരുന്നു. സ്വന്തം ഭാവിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ രാജ്യത്തിൻ്റെ ഭാവിയുടെ അടിത്തറ പാകാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. രാഷ്ട്രപതി എന്ന നിലയിൽ നിങ്ങൾക്ക് എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യ എല്ലാ മേഖലകളിലും വികസനത്തിൻ്റെ പുതിയ മുഖങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. കോവിഡ് മഹാമാരിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടം രാജ്യത്തിൻ്റെ ആഗോളതലത്തിലുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ദില്ലിയിലെ ദ്രൗപദി മുർമുവിൻ്റെ വസതിയിലേക്ക് ഇന്നലെ രാജ്യത്തുടനീളമുള്ള ഗോത്രവർഗ കലാസംഘങ്ങൾ എത്തിയിരുന്നു. ദില്ലിക്കൊപ്പം ആദിവാസി മേഖലകളിലും 2 ദിവസം നീളുന്ന ആഘോഷങ്ങളാണ് BJP സംഘടിപ്പിക്കുന്നത്. ദ്രൗപദി മുർമുവിനെ അഭിനന്ദിക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ അവരുടെ വീട്ടിലെത്തിയിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിക്കാണ് ഇന്ന് ചേർന്നത്. പാർലമെന്റിന് ചുറ്റുമുള്ള 30 ഓഫീസുകൾക്ക് ഉച്ചവരെ അവധി നൽകിയിരുന്നു.
സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം തിരികെ രാഷ്ട്രപതി ഭവൻ വരെ എത്തിയ ശേഷമായിരിക്കും രാംനാഥ് കോവിന്ദ് പുതിയ ഔദ്യോഗിക വസതിയിലേക്ക് മാറുക. സോണിയാഗാന്ധിയുടെ വീടിന് തൊട്ടടുത്തുള്ള നേരത്തെ രാംവിലാസ് പാസ്വാൻ താമസിച്ചിരുന്ന 9 ജൻപദിലേക്കായിരിക്കും രാംനാഥ് കോവിന്ദ് മാറുന്നത്. വെങ്കയ്യ നായിഡു, രാജ്നാഥ് സിംഗ്, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി നിരവധി പ്രമുഖരുടെ പേരുകൾ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP പരിഗണിക്കുമെന്ന അഭ്യൂഹം ഉയർന്നതിന് ശേഷമാണ് വനിതയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതുമായ ദ്രൗപദി മുർമു എന്ന പേര് ഉയർന്നു വന്നത്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പദവിയിലേക്ക് പരിഗണിക്കുന്ന ആദ്യ വ്യക്തി എന്ന പ്രത്യേകതയും സ്ഥാനാർത്ഥിത്വത്തിനുണ്ടായിരുന്നു. ദ്രൗപദി മുർമുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ NDA പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി തന്ത്രത്തെ പൊളിച്ചടുക്കിയിരുന്നു. JMM, BJD അടക്കം NDAക്ക് പുറത്തു നിൽക്കുന്ന കക്ഷികളുടെ പിന്തുണ മാത്രമല്ല, അതിലപ്പുറം പിന്തുണ നേടിയെടുത്താണ് ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്ന ആദ്യത്തെ ഗോത്രവിഭാഗക്കാരിയായ വനിതയാകുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ പുതിയ ചരിത്രം കൂടി ഉണ്ടാകുന്നു. ചരിത്രത്തിൽ ആദ്യമായി ആദിവാസി വനിത രാജ്യത്തിന്റെ പ്രഥമ പൗരയായി. ആദിവാസി വനിതാ നേതാവിനെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ ചിതറിക്കിടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പിന്തുണ നേടുക എന്ന തന്ത്രം BJP വിജയകരമായി നടപ്പിലാക്കിയതോടെ ദ്രൗപദി മുർമു വലിയ വിജയമാണ് നേടിയത്. ഒഡീഷയിൽ നിന്നുള്ള ആദിവാസി വനിതാ നേതാവാണ് ദ്രൗപദി മുർമു. BJPയിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. നഗരസഭാ കൗൺസിലറായാണ് ദ്രൗപദി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് റൈറംഗ്പൂർ ദേശീയ ഉപദേശക സമിതിയുടെ വൈസ് ചെയർപേഴ്സണായി. 2013 ഒഡീഷയിലെ പാർട്ടിയുടെ പട്ടികവർഗ മോർച്ചയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2000 ദ്രൗപദി മുർമു ഒഡീഷ നിയമസഭയിലേക്ക് BJP ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുന്നത്. റൈറംഗ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് MLA ആയി ജയിച്ചത്. തുടർച്ചയായി 2 തവണ MLA ആയി. 2000 ആദ്യവട്ടം MLA ആയപ്പോൾ തന്നെ മന്ത്രിപദം ദ്രൗപദിയെ തേടിയെത്തി. ആദ്യം വാണിജ്യ ഗതാഗത മന്ത്രിസ്ഥാനവും പിന്നീട് ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പും കൈകാര്യം ചെയ്തു. 2007 ഒഡീഷയിലെ ഏറ്റവും മികച്ച MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒഡീഷയിലെ നിലാകാന്ത പുരസ്കാരം ദ്രൗപദി മുർമു നേടി. 2015 ദ്രൗപദി മുർമുവിനെ ജാർഖണ്ഡിന്റെ ഗവർണറായി നിയമിച്ചു. ജാർഖണ്ഡിൽ 5 വർഷം പൂർത്തിയാക്കുന്ന ആദ്യ ഗവർണറായി ദ്രൗപദി മുർമു മാറി. ജാർഖണ്ഡിന്റെ ആദ്യ വനിതാ ഗവർണർ എന്ന പ്രത്യേകതയും ദ്രൗപദി മുർമുവിന് തന്നെ. 1958 ജൂൺ 20 മയൂർഭഞ്ച് ജില്ലയിലെ ബൈദാപോസി ഗ്രാമത്തിൽ ദ്രൗപദി മുർമു ജനിച്ചത്. ബിരാഞ്ചി നാരായണൻ ടുഡുവാണ് ദ്രൗപദി മുർമുവിന്റെ പിതാവ്. ആദിവാസി വിഭാഗമായ സാന്താൾ കുടുംബത്തിലായിരുന്നു ജനനം. രമാദേവി വിമൻസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു വിദ്യാഭ്യാസം. ശ്യാംചരൺ മുർമുവിനെ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട്. എന്നാൽ ഭർത്താവും 2 ആൺകുട്ടികളും മരിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയിലെ വലിയ വിഭാഗത്തിന്റെ അംഗീകാരം കൂടി നേടിയാണ് ദ്രൗപദി മുർമു ചരിത്രത്തിലേക്ക് നടന്നു കയറിയത്. ഈ ധന്യമുഹൂർത്തത്തിൽ അണിയാനായി സാന്താലി സാരിയാണ് പുതിയ രാഷ്ട്രപതി തെരഞ്ഞെടുത്തത്. ആദിവാസി വിഭാഗത്തിന്റെ പരമ്പരാഗത വസ്ത്രമാണ് സാന്താലി സാരി. ദ്രൗപദി മുർമുവിന്റെ കുടുംബത്തിൽ നിന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് 4 പേരാണ്. സഹോദരനും ഭാര്യയും മകളും ഭർത്താവുമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായത്. ഭർതൃ സഹോദരി സമ്മാനമായി നൽകിയ സാന്താലി സാരിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദ്രൗപദി മുർമു അണിഞ്ഞത്. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഏതൊരാൾക്കും ഇന്ത്യയുടെ പരമോന്നത പദവിയായ രാഷ്ട്രപതി പദത്തിൽ എത്താമെന്ന് ദ്രൗപദി മുർമു തെളിയിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ, പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹോൾമാർക്ക് ജുവലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജുവലറി, പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ.